ബാങ്ക് മാനേജറാണല്ലോ, ബാങ്ക് മാനേജർ. ഹലോ സാറേ, എനിക്കിവിടെ പറ്റില്ല, ഞാനിവിടുന്ന് ഇറങ്ങുകയാണ്. എന്ത് ബാങ്ക് മാനേജർ? ഈ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത എനിക്ക് ഈ ചൈനീസ് ഫുഡൊക്കെ ഉണ്ടാക്കിയ ശീലമുള്ളൂ. സാറ് വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് നിയമിക്കന്നെ. ഇവിടെ എനിക്ക് പറ്റുന്നില്ല, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്നാലും നീ വിചാരിച്ച പോലെ അല്ല കേട്ടോ, നീ ഒരു ജോലിയൊക്കെ ഒപ്പിച്ചല്ലോ, എനിക്ക് സമാധാനമായി. കാരണം ഒരാളുടെ സാലറിയിലേ അല്ലേ ഓടിക്കൊണ്ടിരുന്ന ഇത്രയും കാലം, ഇപ്പൊ ഒന്നും സേവ് ചെയ്യാനും പറ്റിയില്ല. ഇനിയുള്ള സാലറി നിനക്ക് കിട്ടുന്ന എല്ലാം നീ സേവ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ചേട്ടാ, നമുക്ക് ഇവിടെ പണിക്ക് ഒരാളെ വെക്കണം, ഇവിടുത്തെ വീട്ടുപണിയൊക്കെ ചെയ്യാനേ. കാരണം ജോലിക്ക് പോകുമ്പോൾ രണ്ടാളും ജോലിക്ക് പോയാലേ നമുക്ക് ഇവിടുത്തെ പണിയും കൂടെ എടുക്കാൻ പറ്റില്ല. ഇനി ഇവിടുത്തെ പണിയൊക്കെ നമുക്ക് തന്നെ ചെയ്താൽ പോരെ? എന്തിനൊരു ജോലിക്കാരുടെയൊക്കെ ആവശ്യം? അതിന് മാത്രം സാലറി നമുക്ക് കിട്ടുന്നില്ലല്ലോ. അത് പറഞ്ഞാൽ ശരിയാവില്ല, എന്തായാലും ഒരാളെ നിർത്തണം. എനിക്കാവില്ല ഇവിടുത്തെ പണിയും പുറത്തെ ജോലിയും കൂടെ ചെയ്യാനൊന്നും, അങ്ങനൊന്നും ശരിയാവില്ല. എന്തായാലും ഒരാളെ നിർത്തണം. എടി നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നമുക്ക് താഴെ നിന്ന് ശാന്തേച്ചിനെ വിളിക്കാം, ചേച്ചി പുറംപണിയൊക്കെ ചെയ്തു തരും. എനിക്ക് ഒരാളെ കണ്ടതാണോ? അതൊന്നും ശരിയാവാൻ പോകുന്നില്ല. ഒരു പുറം പണിയും എടുക്കണ്ട, അതൊന്നും ശരിയാവില്ല. ഏജൻസിയിൽ നിന്ന് തന്നെ ഒരാളെ നിർത്തണം. അതാകുമ്പോൾ ട്രെയിനിങ് ഉള്ള ആൾക്കാരായിരിക്കൂലേ, ഒരു വന്നാൽ നല്ല കൃത്യയിലെല്ലാം ചെയ്തു തരും. എന്നാ നീ ഒന്ന് വിളിച്ച് ചോദിക്കേ, എത്രയാവുന്നൊക്കെ ചോദിക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഒന്നിക്കലും ഞാൻ ഈ ജോലിയൊക്കെ നിർത്തിയിട്ട് ഇവിടുത്തെ വീട്ടുപണി എടുത്ത് നിൽക്കാം, അല്ലെങ്കിൽ വീട്ടുപണിക്ക് ഒരാളെ വെക്കണം, എന്നാലേ ഞാൻ ജോലിക്ക് പോകുള്ളൂ. ഏട്ടനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞ്. പക്ഷെ ഇവളുടെ ഒരു കാര്യം എന്താവുമെന്തോ, ഏജൻസിയിൽ നിന്നൊക്കെ ഒരാളെ വെക്കാന്ന് പറഞ്ഞാ ഇത് തന്നെയല്ലേ വീട്? മാറിയിട്ടൊന്നും ഇല്ലല്ലോ. ഇത് തന്നെ ആവാനാണ് സാധ്യത. നിങ്ങൾ പരേട്ട ഏജൻസിയിൽ ബുക്ക് ചെയ്തിരുന്നു ഹൗസ് മെയ്ഡിന് വേണ്ടിയിട്ട്? ഇത്ര പെട്ടെന്ന് എത്തിയില്ലേ? ഓക്കെ, ഞാൻ അവിടുന്ന് വരികയാണ്. ഇത് ഈ പരേട്ട ഏജൻസിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ഇന്നലെ. പരേട്ടയല്ല, പരേട്ട ഹൗസ് മെയ്ഡിന്റെ. ശരി ശരി ചേച്ചി വാ, കേറി വാ. കേറി വാ. ഇവിടെ കിച്ചൺ. എ സി ഇല്ലേ മോളെ ഇവിടെ? എ സി ഇല്ല ചേച്ചി, ഭയങ്കര ചൂട്. മോളൊരു ഗ്ലാസ് ജ്യൂസും എടുത്തോ, തണുപ്പായിക്കോട്ടെ കേട്ടോ. ഇതൊരു നടക്കി പോവില്ല. ഇതൊരു ദരിദ്രവാസിന്റെ കിച്ചണാണല്ലോ. എനിക്കിവിടെ ശരിയാവും തോന്നുന്നില്ലല്ലോ. എന്തായാലും നോക്കാം. മോളെ ഒന്നിങ്ങ് വന്നേ. എന്താ ചേച്ചി? ഒരു 2 ദിവസം മോളിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും ഇവിടെ. എന്താ? ഇവിടെ ഒന്ന് സെറ്റായി വരണമെങ്കിലേ. എന്താ ചേച്ചി ഇവിടെ കുഴപ്പം? അത് ഞാൻ ഇങ്ങനെയുള്ള അടുക്കളയിലൊന്നും ഇതുവരെ പെരുമാറിയില്ല. ഇങ്ങനെയുള്ളതെന്ന് പറഞ്ഞാ മോളെ, ഞാൻ മോഡുലർ കിച്ചണുകളാണ് ഉപയോഗിച്ചോണ്ടിരുന്നതേ. ചേച്ചി ഇവിടെ ഇപ്പോ സ്റ്റൗ ഇങ്ങനെ കിടക്കുകയാണ്, ഓവൻ ഇല്ലല്ലേ? ഇല്ല. എയർ ഫ്രയർ ഇല്ല, എല്ലാം കൂടെ ഒരു പന്തികേട്. കുഴപ്പമില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. മോളും കൂടെ ഒന്ന് ഇങ്ങോട്ട് വന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. അത് ചേച്ചി, ചെറിയ സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരും. മോളെ, ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാ? ചേച്ചി ഇന്നലെ അരി അരച്ചില്ലേ? അരി അരക്കേ? ഞാൻ പറഞ്ഞില്ലായിരുന്നു ദോശ ഉണ്ടാക്കാൻ നാളെന്ന്. ഇപ്പൊ ആരെങ്കിലും അരിയൊക്കെ അരക്കോ? അതൊക്കെ പുറത്തുനിന്ന് മാവ് വാങ്ങല്ലേ. ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്താ? ദോശമാവ് വാങ്ങിട്ട് വരാം വേഗം. അല്ല, ദോശമാവ് വാങ്ങണ്ടേ? ഇനി എന്തായാലും ഇത്രയും സമയമായ സ്ഥിതിക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്തോ, അതാ നല്ലത്. അല്ലാണ്ട് ഇപ്പൊ അവനോട് പറയേ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാ, അതാ നല്ലേ. പറഞ്ഞു നോക്കട്ടെ. പിന്നെ ഒരു കാര്യം, എനിക്കും ബീഫും പൊറോട്ടയും മതി. ഇടി ഓർഡർ ചെയ്യാനാണെങ്കിൽ നമ്മൾ ആളെ നിർത്തേണ്ട കാര്യമുണ്ടോ? ഏട്ടാ ഇന്നൊരു രസമല്ലേ, കുഴപ്പമില്ല. നീ എന്തേലും കാണിക്കും, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. പണിയാവൂ അത്. ഡേ
ഇതാ നിന്റെ പൊറോട്ടയും ബീഫും. എടി അങ്ങാടിയിൽ നല്ല വില കുറച്ച് നല്ല കുഞ്ഞമ്മത്തി ഉണ്ടായിരുന്നു, കുറച്ച് മേടിച്ച് നെല്ലിക്കരച്ച് വെക്കാം. ചേച്ചിനെ കൊണ്ട് ഏൽപ്പിക്കാല്ലേ? ആ ചേച്ചിയുടെ കൊടുക്ക്. ചേച്ചി ഇതാ പൊറോട്ടയും ബീഫും മീനും. ചേച്ചി ചേച്ചി പൊറോട്ടയും ബീഫും മീനും. ഓ എത്തിയോ? ഓക്കെ. ഞാൻ പിന്നെ പണിയൊന്നുമില്ലല്ലോ, ഭക്ഷണം ഇപ്പൊ വാങ്ങാൻ പോയിട്ടുണ്ടല്ലോ, പിന്നെ കുറച്ച് ഇവിടെ ഇരുന്ന്. ചേച്ചി വീടൊക്കെ ക്ലീൻ ആക്കണം, അലക്കണം, വീട് മുറ്റൊക്കെ അടിക്കണം. ആ ഓ അതൊക്കെ ചെയ്യാം. അല്ല വീട് വാക്യൂം ക്ലീനർ ഉണ്ടല്ലേ അല്ലേ? ആ അത് മതി, വാക്യൂം ക്ലീനർ ഒന്ന് എടുത്ത് ഇങ്ങോട്ട് വെച്ചാ മതി, ബാക്കി ഞാൻ ആയിക്കോളാം. മീൻ ഫ്രിഡ്ജിൽ വെച്ച് ചേച്ചി. ആ ആ കഷ്ണം മീനാണോ മോളെ? കഷ്ണം മീനല്ല, കുഞ്ഞമ്മത്തി. അയക്കൂറയാ? അല്ല കുഞ്ഞമ്മത്തി. കുഞ്ഞിനെ ചെറിയ മീനല്ലേ കൊടുക്കാൻ പറ്റും, അതുകൊണ്ട് ചെറിയ മീനെ വാങ്ങാറുള്ളൂ ഇവിടെ. കുഞ്ഞമ്മത്തിയോ? കുഞ്ഞമ്മത്തി ഇതാരാ മോളെ നന്നാക്കി എടുക്കുക? ചേച്ചി മീൻ വെട്ടാൻ അയ്യോ കുഞ്ഞമ്മത്തി, ഈ കുഞ്ഞമ്മത്തി, നെത്തോലി, മാന്തള് ഇതൊന്നും എനിക്ക് പറ്റിയല്ല. ഇത് മോളെ കഴിയുന്നതും ഈ അയക്കൂറ, ആവോലി ഇങ്ങനെയുള്ള കഷ്ണം മീനുകളൊക്കെ വാങ്ങാവൂ. ഇതൊക്കെ വൃത്തിയാക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് പാടാ എനിക്ക്. അത് ശരിയാണ്. ഇത് കണ്ടില്ലേ, ഈ നഖമൊക്കെ നെയിൽ പോളിഷൊക്കെ അങ്ങ് പോവും, കൈയൊക്കെ അങ്ങ് വൃത്തിയേടാവും. അതുകൊണ്ട് മോള് കഴിയുന്നത് ഇങ്ങനത്തെ മീനൊന്നും വാങ്ങരുത് കേട്ടോ. മോൾ അവനോട് പറഞ്ഞിട്ടേ കഷ്ണം മീൻ ഉണ്ടാവും, അയക്കൂറ അങ്ങനത്തെ വലിയ വലിയ ആവോലി ഇതൊക്കെ ഉണ്ടാവും, അതൊക്കെ അങ്ങ് വാങ്ങിയാൽ മതിയോളെ. ഞാൻ പറയണത് മോളൊരു കാര്യം ചെയ്യും, മോളൊന്ന് മുറിച്ചോ. കുഞ്ഞ് കരഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റില്ല ചേച്ചി, മീൻ മുറിക്കുന്നതിന്റെ ഇടയിൽ. കുഞ്ഞ് കരഞ്ഞാ പിന്നെ അവനോട് പറയും, അല്ലെങ്കിലും പിന്നെ മോള് മുറിക്കണം. അയ്യോ എന്നെ കൊണ്ടിട്ട് പറ്റിയല്ല. അങ്ങനെയൊന്നും ഞാൻ അല്ല അത് ശരിയാവൂല മോളെ, അതിനൊക്കെ എന്താ ബുദ്ധിമുട്ട് ഓനോട് പറഞ്ഞാ മതി. ഞാൻ പറയണോ മോനെ, ഇതാ ഒരു പണിയുണ്ട് മോനെ, മോനെ ഒന്ന് ഇങ്ങോട്ട് വാ മോനെ. എന്താ ചേച്ചി? ഒന്ന് ഈ മീനൊന്ന് മുറിക്കണം മോനെ. ഇത് ചേച്ചിക്ക് ആവൂല, ഇത് ചേച്ചി കൈയൊക്കെ വൃത്തിയേടാവും. ഇത് മുറിക്കണം? ഞാൻ മുറിക്കണം? എന്താ ചേച്ചി പറയുന്നേ? അല്ല ഇത് ചേച്ചിക്ക് ഇതൊന്നും വാങ്ങിക്കൊണ്ടുവരുത്. എന്തൊക്കെ കഷ്ണം മീനുണ്ട് മാർക്കറ്റില്. മോൾക്ക് അതാണ് ഇഷ്ടം. അയ്യോ മോളെ നിങ്ങൾ ഇത്തിരി സ്റ്റാൻഡേർഡിലൊക്കെ വളർത്തണ്ടേ. ഇതിനെന്താ സ്റ്റാൻഡേർഡ് കുറവ്? മക്കളെ ഇത്തിരി സ്റ്റാൻഡേർഡ് ഒക്കെ കീപ്പ് ചെയ്യണോ? പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ മോന് വിഷമം തോന്നരുത് കേട്ടോ. നിങ്ങളെ ലൈഫ് സ്റ്റൈൽ ഇപ്പൊ നല്ലോണം മാറ്റാനുണ്ട് മോനെ, കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ ജീവിക്കണമെന്ന്. എന്താ ചേച്ചി മത്തിക്ക് എന്ത് സ്റ്റാൻഡേർഡ് കുറവെന്നായി പറയുന്നത്? നിങ്ങൾ ഇങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡ് ഒക്കെ കീപ്പ് ചെയ്യും മോനെ, ഇത് ഇങ്ങനെ ശരിയാവൂലതാ മോനെ. മുറിച്ച ചട്ടി അവളോട് ചോദിക്കും, ഞാൻ ഇന്ന് വന്നിക്കല്ലേ ഉള്ളൂ. എന്നാ ചേച്ചിക്ക് തീരെ വയ്യെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. ശരിയാക്കി, അതാണ് നല്ലത്. ചട്ടിയും എടുത്തു തന്നേ. പെണ്ണുങ്ങൾ എന്തിനു പോണെന്നാണാവോ? മത്തി ഞാൻ തന്നെ ക്ലീൻ ആക്കുന്നുള്ളൂ ദൈവമേ. ആണ് ഈ വില കുറവായതുകൊണ്ട് കുറെ മേടിക്കുകയും ചെയ്തു. ഒരു വയ്യാവേലിനെയൊക്കെ പുരയിലേക്ക് വിളിച്ചു കയറ്റിക്കൊണ്ട് വരും. ഞാൻ വെച്ചിട്ടുണ്ട് അവൾക്ക്, ഞാൻ അന്നേരം പറഞ്ഞതാ. ഓരോ പണി, ഇപ്പം നമുക്ക് പണി അവർക്ക് ശമ്പളവും. പണിയെല്ലാം എടുത്തു കൊടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ശമ്പളം കൊടുക്കുന്നത്? ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. മത്തി മീനെല്ലാം ശരിയാക്കിയോ മോനെ? ആ ഇനി ഇങ്ങനത്തെ വാങ്ങും നോക്കി ഒഴിവാക്കണം കേട്ടോ. അല്ല മോനെ ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നുമില്ല? ഡ്രൈ ഫ്രൂട്ട്സ് കുഞ്ഞിനെ കഴിക്കാൻ വേണ്ടിട്ട് കുറച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇനി വാങ്ങുമ്പോൾ ലേശം കൂടുതൽ വാങ്ങിക്കട്ടോ, ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന, അതുകൊണ്ടാണ്. ഇല്ലാതായ എനിക്ക് ക്ഷീണം വരും, അതാ. ഓ എന്നാ ശരി, എന്നാ മോൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, അവിടെ ഉണ്ടല്ലേ? ആയിക്കോട്ടെ. എടി നിതേ, എന്തായാലും മെല്ലെ പറ. ഞാൻ അന്നേരം പറഞ്ഞല്ലേ ആ ശാന്തേച്ചിനെ അങ്ങ് വിളിച്ചാൽ മതിയെന്ന്. ചാതി പൊല്ലാപ്പിനെയൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റി എന്താ ചെയ്യാ? നാളെ തൊട്ട് ഞാൻ ഇവിടുത്തെ പണിയെല്ലാം ചെയ്തോളാം, നീ ജോലിക്ക് പോക്കോ. അപ്പൊ ചേട്ടൻ ജോലിക്ക് പോകുന്നില്ലേ? ഞാൻ ജോലിക്ക് പോണ എങ്ങനെയാ? ഇവിടുത്തെ പണിയെല്ലാം എടുത്തോളാം. അപ്പൊ ഈ കാറിന്റെ അടവും ഹൗസ് ലോണൊക്കെയോ? അതെല്ലാം നീ അടയ്ക്കണം.
ആകെ 20,000 എങ്ങനെയായിട്ടാ? 35,000 നമുക്ക് അടവായിട്ട് തന്നെ പോകുന്നില്ല ഒരു മാസം. എന്നാ പിന്നെ നീ അത് മനസ്സിലാക്കണ്ടേ? പറ്റിപ്പോയി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കൂടെ അങ്ങ് ചെയ്യാം നാളെ തൊട്ട് പണിയൊക്കെ. അപ്പൊ അതല്ലേ നിന്നോട് ആദ്യം ഞാൻ പറഞ്ഞേ, രണ്ടുപേർക്കും കൂടി ഇവിടുത്തെ പണിയെല്ലാം ചെയ്തിട്ട് ജോലിക്ക് പോവാന്ന്. ഇവരെ ഏജൻസിയിൽ വിളിച്ച് പറയാം. ഇപ്പൊ തന്നെ നീ വിളിച്ചു പറ, ഇപ്പൊ തന്നെ ഏജൻസിനെ വിളിച്ചു പറ ഈ സാധനത്തിന് തിരിച്ചെടുത്തോണ്ട് പോവാൻ. എന്റെ ക്ഷമ പരീക്ഷിക്കരുത് കേട്ടോ. ഈ വയ്യാവേലിനെ എങ്ങനെയാ പുകച്ച് പുറത്തേ അടിക്കണ്ടേന്ന് എനിക്കറിയാം. ചേച്ചി, ഉണ്ണിക്കാമ്പ് കൊണ്ടൊന്ന് പുറത്ത് വെച്ചിട്ടുണ്ടേ, ഉച്ചക്കത്തേക്ക് തോരൻ വെക്കാനായിട്ട്. ഉണ്ണിക്കാമ്പോ? ആ, ഉണ്ണിക്കാമ്പൊക്കെ എന്തിനാ മോനെ എടുത്ത്? അതിനൊക്കെ ഞാൻ എത്ര അവിടെ ഇങ്ങനെ ഇരുന്ന് ചെയ്യണത്? ചേച്ചി ഉച്ചക്കത്തേക്ക് കറി വെക്കാനായിട്ട് ചേമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചേമ്പോ? ആര് ചേമ്പ് നന്നാക്കൂ? മോൻ നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകല്ലേ? മോൻ പോയിട്ട് ബ്രോക്കോളി അങ്ങനെ എന്റെ സാധനം വാങ്ങിക്കൊണ്ട്. ചേച്ചി, ഞങ്ങക്ക് നാടൻ ഭക്ഷണം ഇഷ്ടം. നാടൻ സാധനങ്ങളൊക്കെ തന്നെയാ ഞങ്ങൾ തിന്നല്. നാടൻ ഭക്ഷണമൊക്കെ ആരെങ്കിലും കഴിക്കുമോ? ഇഷ്ടം പോലെ പച്ചക്കറികൾ, നല്ല മോഡൽ പച്ചക്കറി പറമ്പിലുണ്ടാവുന്ന സാധനങ്ങളൊക്കെ തന്നെയാ തിന്നുന്നത്. മോനെ, ഞാൻ നിന്നെ മോനെ ഞാൻ വിളിച്ചിട്ടുള്ളൂ നേരത്തെ തൊട്ടേ. ഈ ചേമ്പൊന്നും ശരിയാക്കാൻ എന്റെ കൈ കൊണ്ട് സാധിക്കല. മോനെ ഒരു കാര്യം ചെയ്യേ, വേറെ ആളെ നോക്കിയോ. എനിക്ക് ചേമ്പ് ഉണ്ണിക്കാമ്പും കുഞ്ഞമ്മത്തിയൊന്നും ആക്കിയ ശീലമല്ല. പിന്നെ പണിക്ക് വിളിച്ചത് പണിക്ക് വിളിച്ച ഇങ്ങനത്തെ ഈ അടുക്കളയിലൊന്നും പണിക്ക് വിളിച്ചത് എനിക്ക് ശീലമല്ല. ഞാൻ വലിയ മോഡൽ അടുക്കള, വലിയ ടീമിന്റെ വീട്ടിൽ അടുക്കളയിൽ പണിയെടുക്കുന്നയാ. നിങ്ങൾ എന്താ ഇത്? എന്ത് ജീവിതാ ഇത്? കുറച്ച് സ്റ്റാൻഡേർഡിലൊക്കെ ജീവിക്കേ. അയ്യോ, എങ്ങനെ ഈ ഏജൻസി ഇന്നെ ഇവിടെ കൊണ്ട് ചിട്ടത്? എനിക്ക് വയ്യ ഇവിടെ, എനിക്ക് പറ്റിയല്ല. ഞാൻ ഇന്നോടെ ഞാൻ സ്ഥലം വിടുക. എനിക്കിവിടെ ശരിയാവൂല. ആ ഇതാ ഹരിദ്രാവാസിയോ. ഹലോ സാറേ, എന്നെ കൊണ്ട് വയ്യ. ഈ വീട്ടിൽ എന്നെ കൊണ്ട് പറ്റിയല്ല സാറേ. കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട് ടീമിന്റെ അടുത്ത് ഞാൻ ആക്കില്ല. എനിക്ക് ഇത് കൂട്ടങ്ങളായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല. ഇതോ ഒരു കൂട്ടം ദാരിദ്ര്യവാസികള്.